ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ദാ വീണ്ടും ഒരു കുക്കിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാഷ്യൂ ബട്ടർ കുക്കീസാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാറ്റുല യൂസ് ചെയ്യാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് ആ മുട്ടയുടെ കളറൊക്കെ മാറി ബട്ടറുമായിട്ട് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇനി ചേർക്കേണ്ട മൈദയാണ്. ടോട്ടൽ 2 കപ്പ് ചേർക്കണം. ആദ്യം ഇതുപോലെ 1.5 കപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി കാഷ്യൂം കൂടെ ചേർത്താൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയാവും. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുക്കിയാണിത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വീണ്ടും ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടൈറ്റായിട്ടുള്ള മാവാക്കി എടുക്കുക. കാഷ്യൂവിന് പകരം വേണമെങ്കിൽ പിസ്ത, ബദാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും പ്ലെയിനായിട്ട് ബട്ടർ കുക്കീസായിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ബേസിക് കുക്കി റെസിപ്പിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഒരു സിലിക്കോൺ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറോ വെച്ച് കൊടുത്ത് ഓരോ ഉരുള എടുത്ത് കയ്യിൽ വെച്ചൊന്ന് അമർത്തിയിട്ട് ആ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇനി ബോളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറിൽ വെച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള കട്ടർ വെച്ച് മുറിച്ച് ഷേപ്പിൽ വേണമെങ്കിലും ഈ കുക്കീസ് ആക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലൊരു കുക്കി കട്ടർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഒരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിലും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മുകളിൽ കുറച്ച് കാഷ്യൂ പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഈ ഒരു മാവ് വെച്ച്. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്ത ഓവനായിരിക്കണം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഓരോ ഓവനും ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കുക്കീസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ സ്നാക്സ് ബോക്സിലേക്ക് കൊടുക്കാനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ 1 വീക്ക് വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.